കഴിഞ്ഞ ദിവസം തെയ്യത്തിന് പോയപ്പോൾ മേടിച്ചില്ലേ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അത് നിങ്ങൾക്ക് കാണിച്ചു തരേ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ഇപ്പം ഇവൾ നമ്മളെ കാണിക്കുന്നതെന്ന്. വെറുതെ ഒരു രസമല്ലേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം ആലോചിക്കാമല്ലോ. ഇതിപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്നാൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എടുത്ത ഈ സാധനം, ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാട്ടോ, പർപ്പിൾ കളറ്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇതിലൊന്നും ഇല്ലേനു. ഞാൻ വിചാരിച്ച ആളെന്നെ പറ്റിച്ച്. ആദ്യം ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചിട്ടാണ് തുറന്നത്. പക്ഷേ ഇതാ ഈ ബാക്കിൽ ഈ ഏറോ കണ്ടോ, ഈ രീതിയിൽ അങ്ങ് ഇത്ര പോരെ മാത്രമേ തുറക്കാവൂ, പിടിച്ച് പറിക്കരുത്. എന്നിട്ട് മുമ്പത്തെ ഭാഗം തുറന്ന ടെൻ ഒരു സ്ട്രോബെറീനെ കണ്ടോ. ഇതിനത് തിരിച്ചു വെച്ചിട്ട് ഇത് പൂട്ടിയിട്ട് ബാക്കത്തെ അടച്ചിട്ട് വീണ്ടും തുറന്നാൽ ആ സ്ട്രോബെറീനെ കാണില്ല. എവിടെ പോയോ എന്തോ, ഇതെവിടെ പോയി നിൽക്കണോ എന്തോ മാജിക്കാണ്. ഇതെന്താ സാധനം എന്നറിയെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ആ സ്ട്രോബെറിയും ആ ബോക്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി 2 സ്റ്റിക്കി നോട്ട്സ് ആണേ. അപ്പോൾ ഈ ഫസ്റ്റ് തുറക്കുന്ന സ്റ്റിക്കി നോട്ട് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. അടിപൊളി കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ 50 ഷീറ്റ്സാണ് ഉള്ളത്. ഇതിന് എത്ര പൈസയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ 3 കൂടി 120 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ 2 പേജ് ഇതുപോലെ ഇളകിപ്പോയിട്ടുണ്ടായി. പക്ഷെ സാരമില്ല. ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗിൽറ്റർ കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. ഇടയ്ക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ആ തിളങ്ങുന്നതല്ലേ. അപ്പം നെക്സ്റ്റ് വന്ന് വീണ്ടും ഒരു സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് കളറ്. ക്യൂട്ടായിട്ടില്ലേ? ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് കാരണമായിട്ടുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ജേർണൽസൊക്കെ കണ്ടിട്ടാണ് ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം. ഒന്നാമത്തെ നമ്മളെ നീനു ഷാജി, ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്നറിയില്ല. രണ്ടാമത്തെ നമ്മുടെ കടിൽ ക്ലൗഡ്. അവരുടെ 2 ആളുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ എപ്പോഴും കാണുന്നുണ്ട്, അവരുടെ തന്നെ വന്നുകൊണ്ടിരിക്കാം. പിന്നെ ഒരു എസ്തെറ്റിക് കുട്ടി പിന്നെയുണ്ട് കേട്ടോ, പേര് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി, ഇനി ഓർത്ത് പറയേ. അപ്പോൾ ഇത് 3 ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. പിന്നെ എക്സ്ട്രാ ഞാൻ വരുന്ന വഴിക്കിതാ ഈ തെർമോക്കോൾസിൻ്റെ കളർ ബോൾസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഫെവിക്വിക്ക് മേടിച്ചായിരുന്നു നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടാപ്പും 2 വൈറ്റ് ആക്രിലിക് കളറും കൂടി മേടിച്ചു. തീർന്നു. ഇത്രയും മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.